കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനോഹരമായി അടിപൊളി യാത്രയാവുന്ന സ്വപ്നം കണ്ടിരിക്കുകയാണ് മലയാളികൾ. അതിനാണ് ഈ ത്യാഗങ്ങളെല്ലാം നമ്മൾ മലയാളികൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിലൂടെ പൊടിയും ഇപ്പോൾ തിരുവനന്തപുരത്തേക്കായാലും കാസർഗോഡേക്കായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ആലപ്പുഴ വരെ ആയാലും ഇരട്ടിലധികം സമയമെടുത്താണ് റോഡ് ഗതാഗതം എന്ന് പറയുന്നത് നരക തുല്യമായിട്ടാണ് ഇപ്പോൾ 2-3 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, വികസനം, റോഡ് വികസനം. നാഷണൽ NHIയുടെ നേതൃത്വത്തിൽ കമ്പനി കോൺട്രാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും 6 വരി പാതകൾ, അതായത് ഇത്ര ലിമിറ്റിൽ ഇനി അങ്ങോട്ട് ഒഴുകി അങ്ങ് പോകാം, കാറുകൾക്കും മറ്റു വാഹനങ്ങൾക്കും നമ്മുടെ സമയം ലാഭിക്കാം അങ്ങനെയുള്ളൊരു സ്വപ്നം, വിദൂര സ്വപ്നത്തിലേക്കായിരുന്നു കേരളീയർ നടന്നു തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് പിടുത്തി വീണ പോലെ പല ജില്ലകളിലും ഹൈവേയിൽ മറ്റേ ഭൂകമ്പം വന്ന പോലെ വമ്പൻ വിള്ളലുകൾ ഇടിഞ്ഞു താഴുക. മറ്റേ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ, ഇംഗ്ലീഷ് സിനിമകളിൽ മറ്റു നാടുകളിലൊക്കെ ഭൂകമ്പം വന്നാൽ ഇങ്ങനെ വിണ്ട് കീറി കിടക്കുന്ന ആ കട്ടിയിലാണ് വിണ്ട് കീറി കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്തായാലും ഭൂകമ്പം ഒന്നും നമ്മുടെ അറിവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മഴക്കാലം പോലും സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മലപ്പുറം കൂരിയാടും വലിയൊരു വിള്ളൽ, അതിൻ്റെ ഏതോ ജയ് പറഞ്ഞ പോലെ 15 അടി മുകളിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ലൈവ് വാർത്തകളൊക്കെ സാറ്റലൈറ്റ് ചാനലുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ചാലക്കുടിയിലും വേറെ പലയിടത്തും കോഴിക്കോടും ഒക്കെ വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുന്നു. പല ജില്ലകളിലും തുടരെ വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുന്നു. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്തുമായിരിക്കും ഭാവിയിൽ. ശാരിക പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേയധികം വർഷങ്ങളായിട്ട് മലയാളികൾ ദുരിതയാത്രയാണ്. ശരിക്കും റോഡിൽ കൂടെ ഒക്കെ പ്രത്യേകിച്ചും ബൈക്കിലൊക്കെ രാത്രിയാണെങ്കിൽ അഡ്വഞ്ചറസ് ട്രിപ്പാണ്. എവിടെ വെച്ച് റോഡ് തീരും, അല്ലെങ്കിൽ കൃത്യമായ ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ ഇല്ല, എവിടെ വെച്ച് ഡീവിയേറ്റ് ചെയ്യും, എവിടൊക്കെയാണ് കുണ്ടും കുഴിയുള്ളത് എന്നുള്ള കാര്യം പോലും കൃത്യമായിട്ട് അറിയാത്ത രീതിയിൽ ഓരോ ദിവസവും റോഡിൻ്റെ പണികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും അതിൻ്റെ ടെക്സ്റ്റർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളിതൊക്കെ സഹിക്കുന്നത് എന്താണ്, ആസ്മ അസുഖങ്ങളുള്ള ആൾക്കാർ പോലും, അല്ലെങ്കിൽ വയസ്സായി കിടക്കുന്ന ആൾക്കാർ പോലും, റോഡ് സൈഡിൽ വീട് കെട്ടിയിട്ടുള്ള ആൾക്കാർ പോലും വർഷങ്ങളായിട്ട് ഈ ഒരു പൊടിയും മണ്ണും ഒക്കെ തിന്ന് ജീവിക്കുന്നത്. അടുത്ത തലമുറയ്ക്കെങ്കിലും നമ്മുടെ റോഡുകളിൽ സ്വസ്ഥമായിട്ട് അപകടങ്ങൾ കൂടാതെ വീതിയിൽ മനോഹരമായിട്ട് തന്നെ അത്യാവശ്യം സ്പീഡിലേക്ക് ഓടിച്ചാലും അപകടം ഉണ്ടാകാത്ത രീതിയിലുള്ള നല്ല റോഡുകൾ കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും മുന്നോട്ടുള്ള ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നമ്മുടെ തലയിലേറ്റ ഇടുത്തി പോലെ ഒരു സംഭവം നടക്കുന്നത്. കാരണം ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് നാഷണൽ NHIയുടെ അതോറിറ്റി ആണല്ലോ, ഈ ഹൈവേ NH 66ന്റെ പണിയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കേന്ദ്രമാണ് ഇത് നടപ്പാക്കുന്നത്. അവരാണ് ഇതെല്ലാ കാര്യങ്ങളും ഇതിന്റെ പൈസ ഫണ്ട് ഇറക്കുന്നത് കേന്ദ്രമാണ്. കാരണം ഇത് നമ്മുടെ നാട്ടിൽ റോഡ് വികസനം ഒരു 10 വർഷത്തിന് മുൻപ് വരെയും അല്ലെങ്കിൽ 5 വർഷത്തിന് മുമ്പ് എപ്പോഴായാലും ഈ ലോക്കൽ റോഡുകളൊക്കെ പണിയുമ്പോൾ നമുക്കറിയാം, ഒരു 600 മീറ്റർ റോഡിന് എത്രയോ മാസങ്ങൾ ആദ്യം റോഡ് കുത്തിപ്പൊളിച്ച് കുറെ കാലം ആൾക്കാരെ നടുപൊടിപ്പിക്കും. അതിനുശേഷം അതിൽ കുറെ ആന മെറ്റൽ കൊണ്ടിട്ട് പിന്നെ കുറെ മാസങ്ങൾ അങ്ങനെ നടത്തിക്കും. അതിനുശേഷം അതൊക്കെ എല്ലാം അവിടെ ഇവിടെയും തെറിച്ച് കുളത്തിലും കായലിലും ഒക്കെ വീണ് കഴിയുമ്പോൾ ബാക്കി കുറച്ച് ചെറിയ മെറ്റലുകൾ കൊണ്ടിടും. അതിനും ശേഷമാണ് ടാറിന്റെ ഉരുക്കി ഒഴുപ്പ് നടക്കത്തുള്ളൂ. അങ്ങനത്തെ പാരമ്പര്യമായിട്ടുള്ള രീതികളാണ് നമ്മൾ അവലംബിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് ഈ പറയുന്ന പോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇത്തിരി പവർഫുൾ ആയതുകൊണ്ടും അവർ നാടിന്റെ വികസനം എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കുന്നതുകൊണ്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് കേരളം ഒരു ചെറിയ ജില്ലയാണ്, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഏറ്റവും അടിപൊളിയായ റോഡുകൾ ഉണ്ടാക്കണമെന്ന് നിർബന്ധം കൊണ്ട് തന്നെ അവർ രണ്ടും കൽപ്പിച്ച് കേരളത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ റോഡ് സൈഡിലുള്ള പല ആൾക്കാർക്കും പൊന്നും വില കൊടുത്ത് സ്ഥലങ്ങൾ NHI വാങ്ങിക്കുന്നു. അതിന് സംസ്ഥാന സർക്കാർ സപ്പോർട്ട് ചെയ്യണമെന്ന് അവർ നിബന്ധന വയ്ക്കുന്നു. സംസ്ഥാന സർക്കാർ സപ്പോർട്ട് ചെയ്യുകയല്ലാതെ വേറെ രക്ഷയില്ല, കാരണം ഭരിക്കുന്ന അവരാണല്ലോ. എന്നിട്ടും ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുന്ന അവർ തന്നെയാണ്. അവർ പറയുന്ന വനംവകുപ്പ് ഞങ്ങളുടെ കയ്യിലുള്ളതാണ്, പൊതുമരാമത്ത് ഞങ്ങളുടെ കയ്യിലുള്ളതാണ്, വൈദ്യുത കമ്പികൾ മാറ്റാനും വൈദ്യുത തൂണുകൾ മാറ്റാനും ഞങ്ങൾ സഹായിക്കണം. ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഒരുമിച്ച് നിന്ന് അതൊക്കെ എന്ത് ചെലവ്, എന്ത് കാര്യം, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കൃത്യമായ കാര്യങ്ങളും കൃത്യമായ ഫണ്ടിങ്ങും കേന്ദ്രം കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വീഴ്ചയുണ്ട്. അത് കൃത്യമായ മോണിറ്റൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ മോണിറ്ററിംഗ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. എന്തായാലും മന്ത്രി റിയാസ് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം ഇതൊരു വിഷയമാക്കരുത്, കാരണം വിഷയമാക്കിയാൽ അത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വിഷയമാക്കാതെ എന്ത് ചെയ്യണം? ഇതിൽ ഏറ്റവും കൂടുതൽ വിഷയമാകുന്ന കാര്യവും അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യവും ജനജീവിതത്തിന്റെ അല്ലെങ്കിൽ ജനസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ള കാര്യമൊക്കെയാണ് റോഡിന്റെ സുരക്ഷ അല്ലെങ്കിൽ റോഡിൻ്റെയൊക്കെ നിർമ്മാണം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു മലപ്പുറം കൂരിയാട് ഉണ്ടായ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ 2 മാസത്തോളം ചതുപ്പായിട്ട് കിടന്ന അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചതുപ്പായിരുന്നു. അവിടെ അശാസ്ത്രീയമായ രീതിയിൽ വെറുതെ മണ്ണിട്ട് പൊക്കി, അതിന്റെ ഫൗണ്ടേഷൻ കൃത്യമായിട്ട് ചെയ്യാണ്ട് മണ്ണ് മാത്രം ഇട്ട് പൊക്കി ഏതാണ്ട് 30 അടിയോളം ഉയരത്തിൽ മണ്ണിട്ട് പൊക്കി നികത്തിയതിനു ശേഷം ഈ ഒരു പണി ആരംഭിച്ചു. അതിന് മുകളിലേക്ക് ടാർ ഉരുക്കി ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ആ ഫൗണ്ടേഷൻ കൃത്യമായിട്ട് ഉറയ്ക്കാതിരുന്നത് തന്നെയാണ് ശരിക്കും ഈ ഒരു മലപ്പുറത്തോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലും സമാനമായിട്ടുള്ള ഈ ഒരു വിള്ളലെന്നൊന്നും പറഞ്ഞ് നമുക്ക് ഉറച്ചു പറയാൻ പറ്റത്തില്ല. ശാരിക പറഞ്ഞ പോലെ ഒരു ഭൂകമ്പം ഉണ്ടായി ഭൂമി നെടുകെ കീറിപ്പോയാൽ എങ്ങനെ ഉണ്ടാകും, അതേപോലെയാണ് റോഡുകൾ ഇടിഞ്ഞു താന്നിരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് വളരെ ചുരുക്കം വാഹനങ്ങൾ മാത്രമേ, ഏതാണ്ട് 2ഓളം കാറുകൾ മാത്രമേ ആ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാകാണ്ട് ഭാഗ്യത്തിനാണ് ജനജീവിതങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടതെന്നും എന്നുള്ള മാത്രമേ പറയാനുള്ളൂ. മറ്റു പ്രധാനപ്പെട്ട കാര്യം ശാരിക, ഈ സർവീസ് റോഡുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടോ വലിയ
10-30 അടി ഉയരത്തിലേക്ക് നമ്മളെ ഇങ്ങനെ നോക്കി വീഴുമോ എന്ന് നമ്മൾ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാളുണ്ട്, ഒരു വലിയൊരു കോൺക്രീറ്റ് വാളുണ്ട്. ഇതും നമ്മുടെ ഈ ഒരു പ്രമുഖ യൂട്യൂബർ ഉണ്ട്. അയാൾ ഈ കൺസ്ട്രക്ഷൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ കൃത്യമായ എപ്പിസോഡുകളും എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അടക്കം ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുന്നേ ഇട്ടൊരു കമന്റ് ഉൾപ്പെടെ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. അതായത് ഈ ഒരു ഒറ്റക്കൽ വീതിയിൽ ഇങ്ങനെ കെട്ടിപ്പൊക്കിയാൽ ഇതിന് ബലമുണ്ടാകുമ്പോൾ ഇത് ഇടിഞ്ഞ് വീടില്ലെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്നേ ബോധമുള്ള ആൾക്കാർ പറഞ്ഞിരുന്നതാണ്. അതും ശരിക്കും നമുക്ക് വലിയ ത്രെറ്റായിട്ട് നിൽപ്പുണ്ട്. കാര്യം ഈ 6 വരി പാതയുടെ മെയിനായിട്ടുള്ള മറ്റ് സർവീസ് റോഡ് കഴിഞ്ഞുള്ള മറ്റു ഭാഗങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഈ സർവീസ് റോഡിൽ നിന്ന് ഏതാണ്ട് 30 അടിയോളം ഉയരത്തിലാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു സുരക്ഷാ ഭിത്തി ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ എന്താണ് അവിടെ പോകുന്ന ആൾക്കാരുടെ ജീവൻ ബാക്കി ഉണ്ടാകില്ല, അത് നിശ്ചയമാണ്. ആ പാറക്കെട്ടൊക്കെ ഗിൽഡർ സിമെന്റ് കട്ടകളാണ് ഇരിക്കുന്നത്. അതിലൊന്നും ഒരു ചെന്ന് തട്ടിയാൽ തന്നെ നമ്മുടെ കാര്യം തീരുമാനം. അപ്പൊ നമ്മുടെ ദേഹത്തോട് മറിഞ്ഞു വീഴുന്ന അവസ്ഥ പലപ്പോഴും വലിയ എന്താണ് മഴ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ കൂടെ വെള്ളം എരച്ചു തള്ളി ഈ സർവീസ് റോഡിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു വടക്കൻ ജില്ലകളിൽ എവിടെയാണ് ഒരു റീൽ ഞാൻ കണ്ടിരുന്നു. ഒരൊറ്റ മഴ പെയ്തപ്പോൾ തന്നെ കുളം പോലായി ഹൈവേ. എന്നിട്ട് ആ താഴെ കൂടെ താങ്കൾ പറഞ്ഞ താഴെ അടിയിലാണ് സർവീസ് റോഡ് പോകുന്നത്. ആ സർവീസ് റോഡിലേക്ക് മറ്റേ ഡാം തുറന്നു വിട്ട പോലെ വെള്ളം വീണോണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം സൈഡ് മാറി പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അശാസ്ത്രീയമായത് എന്തായാലും കേരളത്തിൽ മഴക്കാലം ഉണ്ടാവുമെന്നും അതികഠിനമായ മഴക്കാലവും അതികഠിനമായ വേനൽക്കാലമാണ് ഇപ്പോൾ കേരളത്തിലൊരു കാലാവസ്ഥ കഴിഞ്ഞ 3-4-5 വർഷങ്ങളായിട്ട്. സോ അതനുസരിച്ച് വേണ്ടേ ഇനി അങ്ങോട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒക്കെ കണ്ടിട്ട് വേണ്ടേ നമ്മുടെ നാട്ടിൽ റോഡ് നിർമ്മിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട്. അത് മാത്രമല്ല ഇതിൽ അഴിമതിയുടെ ഒരു കൂത്തരങ്ങ് തന്നെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം. കാരണം ഇപ്പൊ കേന്ദ്രം ആളെ 3-അംഗ സംഘത്തെ നിയമിച്ച് അവർ നാട്ടിലെത്തി. അവർ ഇപ്പോൾ കാര്യങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്തു. അതോടൊപ്പം ഇതിന്റെ കോൺട്രാക്ട് കമ്പനിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് കരിമ്പട്ടികയിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, എന്താണ് ഇതിൽ സംഭവിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ കേന്ദ്രം വാണിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമല്ല, ഇതെന്തോ മാൽ പ്രാക്ടീസ് ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലാതെ ഇത് ഇങ്ങനെ സംഭവിക്കില്ല. ചക്കരക്കുളത്തിൽ കയറ്റില്ല ഒന്നും നക്കണമല്ലോ ആൾക്കാർക്ക്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്രവും കേരളവുമായിട്ടൊക്കെ ഒരു ടൈപ്പിൽ ഉണ്ടാകുന്ന പല പദ്ധതികളുമുണ്ട്. റോഡിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ്. കേന്ദ്രം നാഷണൽ നമ്മുടെ ദേശീയപാത വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മെജോറിറ്റി കേസുകളിലും ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കുന്ന കേന്ദ്രം തന്നെയാണ്. പക്ഷേ കേരളത്തിന്റെ തന്നെ സംയുക്തമായിട്ടുള്ള ഒരു ടീം വർക്കായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രധാനമായിട്ടും ഇത് നല്ല രീതിയിലൊക്കെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ മാത്രമാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു വിള്ളൽ വീണ് കഴിഞ്ഞാലോ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ പറ്റി കഴിഞ്ഞാലോ വഴിവിളക്കുകൾ തെളിയാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിന്റെ തലയിലാവുകയും ചെയ്യും. അതെ അതെ. ഇപ്പൊ മന്ത്രി റിയാസിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ആ പരിസരത്തൊന്നും വന്ന് സന്ദർശിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പുള്ളി പറയുന്നത് ആൾക്കാരെ പേടിച്ചിട്ടായിരിക്കും. കാരണം അവിടെ പ്രശ്നങ്ങളാക്കിയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ ഇന്നലെ എങ്ങാണ്ട് ചാലക്കുടിയിൽ വിള്ളൽ വന്നിട്ട് അത് സിമെന്റ് ഇട്ട് മൂടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. എനിക്ക് എന്റെ ശ്രദ്ധപ്പെട്ട മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ഒരു ഹിന്ദിക്കാരൻ ലേബർ, അയാളത് അറിയുന്നില്ലല്ലോ ഇവിടുത്തെ രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ നടപടികൾ എന്താണെന്ന് അയാൾ അറിയുന്നില്ല. അയാളെ പറഞ്ഞു വിട്ടേക്കാണ്. ഈ വിള്ളലിന്റെ ഇടയ്ക്ക് ടാറ് ഉരുക്കി ഒഴിക്കാനായിട്ട് അയാളെ പറഞ്ഞു വിടുക. അവിടത്തേക്ക് ഈ ഹിന്ദിക്കാരനെ എല്ലാവരും കൂടെ നാട്ടുകാരൊക്കെ വളഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അയാളെ അയാളുടെ അടുത്ത് തർക്കിച്ചുകൊണ്ടിരിക്കുക. അയാളെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ അന്തം വിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, അയാളുടെ മേലാളൻ പറയുന്നത് മാത്രമല്ലേ അയാൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ നടക്കുന്ന കളികൾ എന്താണെന്ന് പുള്ളിക്ക് അറിയില്ലല്ലോ. ഇതിൽ ഉറപ്പായിട്ടും ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അത് നിർമ്മാണ പിഴവ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേരളത്തിൽ. വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ല. ചൂടാണ്. റോഡ് പണിക്ക് പറ്റിയ ഒരു സമയമായിരുന്നു. ഇനിയാണ് മഴക്കാലം തുടങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ പണിത് വെച്ചിരിക്കുന്ന റോഡും ബീമും എല്ലാം ഒഴുകി പോകും. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളെ കൊല്ലുവോ? എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ റോഡുകൾ നല്ല രീതിയിൽ വികസിത രാഷ്ട്രങ്ങളിലെ പോലുള്ള റോഡുകളും അല്ലെങ്കിൽ ആ റോഡിൽ കൂടെ നമുക്ക് സ്വസ്ഥമായിട്ട് തന്നെ നടുവൊടിക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റുന്നൊരു കാലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് കഴിഞ്ഞ ഈ പറഞ്ഞ കണക്ക് 19 അല്ലെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് കേരളം ഉണ്ടായ കാലം തൊട്ട് റോഡ് ഉണ്ടായ കാലം തൊട്ട് മലയാളികൾ ഒന്നടക്കം തലമുറകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു. സ്ഥലമെടുപ്പ് കഴിഞ്ഞു. സ്ഥലമെടുത്ത ആൾക്കാർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും വലിയ രീതിയിലുള്ള മാർക്ക് പ്രൈസിനെക്കാട്ടി ഇരട്ടിയോളം തുക കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്ക് നിർമ്മാണ പ്രവർത്തനം നടക്കുകയും ചെയ്തു. കാര്യം കൃത്യമായിട്ട് ഇത്ര കിലോമീറ്ററുകൾ വെച്ചിട്ട് വീതിച്ചാണ് ഓരോ കോൺട്രാക്ടർമാർക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കാലതാമസം എടുക്കാതെ പലയിടത്തും പണികൾ വളരെ സ്പീഡായി നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ടാണ് ഇങ്ങനെ പാളിപ്പോയത്. ശരിക്കും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനിയും അത് പഴയ പടി ആക്കണമെങ്കിൽ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെ എല്ലാം പൊളിച്ചു പണയേണ്ട അവസ്ഥയിലേക്ക് ചിലപ്പോൾ ഇനി കാര്യങ്ങളിലേക്ക് എത്തും. എന്തായാലും ഇനിയും മലയാളികളെ അല്ലെങ്കിൽ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇനി മണ്ടന്മാരാക്കാതെ കൃത്യമായിട്ടുള്ളൊരു വികസനം എന്ന് പറഞ്ഞ്
ആൾക്കാരുടെ ആൾക്കാരുടെ വായടപ്പിക്കുകയും അല്ലെങ്കിൽ അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രഹസനമായിട്ട് ഇത്തരം കാര്യങ്ങൾ മാറ്റാതെ ജനങ്ങളോടും ജനങ്ങളുടെ സുരക്ഷയോടും എന്തെങ്കിലും സ്നേഹവും ബാധ്യതയുമുള്ള സർക്കാരാണെങ്കിൽ ഇനിയെങ്കിലും ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ കൃത്യമായ മേൽനോട്ടവും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ സർക്കാരിനുണ്ടാകണം. അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.